السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وأفضل الصلاة وأتم السلام على سيدنا محمد أفضل المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസത്തിലെ പവിത്രമായ ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അഥവാ ഒടുവിലപ്പത്തിലേക്ക് പ്രവാസ ലോകത്ത് ഇന്നത്തെ രാത്രിയോടുകൂടി പ്രവേശിക്കുകയാണ്. 21-ാം രാവാണ് ഇന്നത്തെ രാത്രി. അതോടൊപ്പം വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. അങ്ങനെ ഇരട്ടി മധുരമുള്ള രാവാണ് ഇന്നത്തെ രാത്രി. ഇന്നിവിടുന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളൊക്കെ രാത്രികളും പകലും എല്ലാം പവിത്രതയേറിയതാണ് എന്ന് നാം ഉൾക്കൊള്ളണം. അത് മനസ്സിലാക്കി നാം അതിനു വേണ്ടി പണിയെടുക്കണം. എന്നാൽ വേദനാജനകമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ പള്ളികളുമായി ഇബാദത്തുകളുമായി വേർപിരിഞ്ഞ് മറ്റെന്തോ ശുഗലിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിലപ്പത്തായാലും പർച്ചേസിങ്ങും മറ്റുമായി ടൗണുകളിൽ കറങ്ങി നടന്നു എല്ലാ പുണ്യങ്ങളും നഷ്ടപ്പെടുത്തുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അത്തരം നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും ബന്ധപ്പെട്ട ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒടുവിലപ്പത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അരമുറുക്കിയെടുക്കും. രാത്രി ഹയാത്താക്കും. ഭാര്യമാരെ ഉണർത്തി അവർക്കും നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കും. അവരോടും ഇങ്ങനൊക്കെ ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഇബാദത്തിന് മുഴുകുന്ന വ്യക്തിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. കാലിൽ നീര് കെട്ടി വീർക്കുന്ന രൂപത്തിൽ നിന്ന് നിസ്കരിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനേക്കാളൊക്കെ കൂടുതൽ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഒടുവിലെ പത്തിനാണ്. അരി മുറുക്കി ഇബാദത്തിന് രാത്രി ഫുൾ ഹയാത്താക്കാൻ വേണ്ടി എത്തിക്കാഫിലും മറ്റുമായി രാവിലെ ഹയാത്താക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്രയും പാവങ്ങൾ ചെയ്ത് റബ്ബിനെ ധിക്കരിച്ച് നടന്ന നാം ഈ കിട്ടിയ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെക്കാണ് പരാജിതരാരാണ്? എന്താണ് ഒടുവിലപ്പത്തിൻ്റെ പ്രത്യേകത? അതിലാണ് ആ മുത്തിനെ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഏത് മുത്ത്? ലൈലത്തുൽ ഖദ്ർ എന്ന മുത്ത്. അത് വല്ലാത്തൊരു മുത്ത് തന്നെയാണ്.
അല്ലത്തി ഹിയ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഖൈറായ രാവ്, അതാണ് ലൈലത്തുൽ ഖദ്ർ. അത് ഈ ഒടുവിലെ 10-ലാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് നമ്മൾ മുങ്ങിത്തപ്പണം. അത് ഈ രാവിലെ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ രാത്രിയിലും അത് കിട്ടണം, അതിൻ്റെ പുണ്യം ലഭിക്കണം എന്ന നിലക്ക് ആ മുത്തിനെ നമ്മൾ അന്വേഷിച്ചിറങ്ങണം, മുങ്ങിത്തപ്പണം എന്നാണ്. അവരാണ് ഭാഗ്യവാന്മാർ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ രാത്രിയും നമ്മൾ പരിഗണിക്കണം. പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവ്. ഇന്നത്തെ രാത്രിയോടുകൂടി ഒറ്റയിട്ട് രാവിലേക്ക് കടക്കുകയാണ്. 21-ാമത്തെ രാവാണ് പ്രവാസികൾക്ക്. നാളെ ഇൻഷാ അല്ലാഹ് നാട്ടിലുള്ളവർക്കുമാകും. അപ്പം എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരോടും എൻ്റെ നഫ്സിനോടും വസിയത്ത് ചെയ്യാനുള്ളത്, ഈ ദിവസങ്ങൾ നമ്മൾ മറ്റുള്ള ദിവസങ്ങളെപ്പോലെയല്ല, ഇതുവരെ നമ്മൾ ചെയ്തതുപോലെയല്ല, അതിനേക്കാണ് കൂടുതൽ പരിഗണന ഈ ദിവസങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. എന്ത് പ്രതീക്ഷിച്ചുകൊണ്ട്? ലൈലത്തുൽ ഖദ്റിൻ്റെ ഫള് നേടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ റബ്ബിനെ പിന്നെ ഇബാദത്തുകളിൽ മുഴുകണം. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യണം. തഹജ്ജുദ് നിസ്കരിക്കണം. ഇതുവരെ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല പലരും. എന്നാൽ ഒടുവിലെ 10 തഹജ്ജുദ് നിസ്കരിക്കണം. 2 റക്അത്തെങ്കിലും. അത്താഴത്തിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കാനുള്ള ഒരു അവസരം നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. പാതിരാ സമയത്ത് പാപമോചനം തേടുന്നവരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്തിഗ്ഫാർ ചെയ്ത് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിക്കണം. റമദാൻ ഇതാ നമ്മളിപ്പോൾ അടുത്ത സമയത്ത് വിട്ടുപിരിയും. അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ പാപമോചിതരായി നല്ല ഒരു മനുഷ്യരായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നമ്മൾ ഈ രാവുകളിൽ നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. പിന്നെ ഇവിടെ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളവർക്ക് ഒരു ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് നിസ്കാരം തുടങ്ങും. ഇന്ന് രാത്രി മുതൽ ആരംഭിക്കും. അത് 12 മണിക്ക്, ചിലർക്ക് 1 മണിക്ക്, ഇങ്ങനെയൊക്കെ പല സമയങ്ങളിലാണ്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഇവിടെ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്ക് അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. ഉറങ്ങുന്നില്ല, ഉറങ്ങിയതിന് ശേഷമാണ് തഹജ്ജുദ്. ആ സമയത്തൊന്നും ഇവിടെ ആരും ഉറങ്ങലില്ല. ആ നിസ്കാരം നടക്കുന്ന സമയത്ത് അതിന് മുമ്പ് ആരും ഉറങ്ങലില്ല. ഉറങ്ങിയാൽ തഹജ്ജുദാണ്. പക്ഷെ ഉറക്കം അതിനൊക്കെ ശേഷമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ സുബഹി കഴിഞ്ഞിട്ടായിരിക്കും ഉറക്കം. അപ്പോൾ തഹജ്ജുദിൻ്റെ ഗണത്തിൽ അതിനെ പെടുത്താൻ പറ്റൂല. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ആ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവരോ ആരോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിത്റിനെ കരുതണം. കംപ്ലീറ്റ് അവർ 11 നിസ്കരിക്കുക. ഇവിടെ ഇപ്പം അങ്ങനെയാണല്ലോ, 8, 3, 11 നിസ്കരിക്കും. എന്നാൽ ഈ 11ലും വിത്റ് കരുതുക. കാരണം വിത്റിൽ നിന്ന് അധികരിച്ചത് 11 റക്അത്താണ്. ആ വിത്റിലാണെങ്കിലോ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരവുമാണ് റമദാനിക്ക്. അതുകൊണ്ട് ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും ആദ്യം മുതൽക്കേ വിത്ർ നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുക. 2 റക്അത്ത് വിത്ർ, 2 റക്അത്ത് വിത്ർ, അങ്ങനെ 11 റക്അത്തും വിത്റായിട്ട് തന്നെ കരുതുക. എന്നാൽ എന്തായി? വലിയ മഹത്വം കിട്ടും, അതിന് കൂലിയും കിട്ടും. ജമാഅത്ത് സുന്നത്താണ്, അതിൻ്റെയും കൂല കിട്ടും. ജമാഅത്തായിട്ട് നടത്തിയതിൻ്റെ. അങ്ങനെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ ഈ 8, 11 എന്നൊക്കെ പറഞ്ഞ കണക്കൊന്നും തഹജ്ജുദിനില്ല. തഹജ്ജുദിന് ഏറ്റവും കുറഞ്ഞ 2 റക്അത്താണ്. എത്രയും നിസ്കരിക്കുക. വലാ ഹദ്ദലി അക്സരിഹി, എത്രയും നിസ്കരിക്കുക, അതിന് ഹദ്ദില്ല. ഏറ്റവും മിനിമം 2 റക്അത്താണ്. അതാണ് തഹജ്ജുദിൻ്റെ കണക്ക്. ഇപ്പോൾ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കണം, തറാവി എന്ന് പറഞ്ഞ് നിസ്കരിക്കണം, ഒക്കെ ഇവർക്കൊക്കെ കണക്കാണ്.
എങ്ങനെ ആയാലും വേണ്ടില്ല, നമ്മൾ അങ്ങനെ അത് സംസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 11 വിത്തറായിട്ട് തന്നെ നിയ്യത്ത് വെച്ച് നിസ്കരിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ മറ്റൊരു വിഷയമാണ് എഴുത്തിക്കാഫ്. വളരെ പ്രധാനമുള്ള ഒരു സുന്നത്താണ്. എപ്പോഴും എഴുത്തിക്കാഫ് സുന്നത്തുണ്ട്, പ്രത്യേകിച്ച് റമദാനിൽ. പിന്നെ റമദാനിൽ തന്നെ ഒടുവിലെ 10 ദായിമായ എഴുത്തിക്കാഫ്, പള്ളിയിൽ നിന്ന് 10 ദിവസം തുടർച്ചയായി എഴുത്തിക്കാഫ് ഇരുന്ന് വേറൊരാവശ്യത്തിനും പുറത്തു പോവാതെ പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്നവർ, അങ്ങനെ എഴുത്തിക്കാഫുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് സാധ്യമാവില്ല. സാധ്യമായത് പറയാം. സാധ്യമായത് എന്താണ്? പള്ളിയിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ നിസ്കാരത്തിനും ജമാഅത്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടക്കുമല്ലോ, ആ കടക്കുന്ന സമയത്ത് നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അള്ളാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫിനെ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. എന്നാൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഖുർആൻ ഓതി നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതുവരെയുള്ള ഇഅ്തികാഫ്, അതിന് മുത്തഖത്തിയായ ഇഅ്തികാഫ് എന്ന് പറയും. മുറിഞ്ഞുള്ള ഇഅ്തികാഫ്, മുത്തവാസിലായതല്ല, തുടർച്ചയായിട്ടുള്ളതല്ല. അപ്പം എന്ത് ചെയ്യുക? പുറത്ത് പോയി പിന്നെ നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് പിന്നെയും വരുമ്പോൾ പിന്നെയും നെയ്യത്ത് പുതുക്കുക. അങ്ങനെ പള്ളിയിൽ കടക്കുമ്പോഴെല്ലാം ഈ നെയ്യത്ത് മനസ്സിലുണ്ടായാൽ നമുക്ക് ഒരു 5 പൈസൻ്റെ മുടക്കില്ലാതെ വലിയ കൂലി നമുക്ക് ലഭിക്കും, എഴുത്തിക്കാഫിൻ്റെ കൂലി. അതുകൂടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി തൽക്കാലം ഈ വോയിസ് ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് സംഗമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10ലേക്ക് അടുക്കുന്ന സമയം, ഇതുവരെ ഞങ്ങൾക്ക് നീ ആഫിയത്ത് തന്നു, അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ വളരെ കുറച്ച് അമലുകൾ ചെയ്തവരാണ്, കൂട്ടത്തിൽ വലിയ പാവികളാണ്. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. റബ്ബേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നിന്നെ മറന്ന് നിന്നെ ധിക്കരിച്ച് ശൈത്താൻ്റെ കണിയിൽപ്പെട്ട് നഫ്സിൻ്റെ കണിയിൽപ്പെട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. റബ്ബേ, നീ അതെല്ലാം വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ, നീ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ജീവിതത്തിനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങൾ റബ്ബേ റമദാൻ മാസത്തിൽ കടന്ന് പക്ഷെ പൂർത്തിയാക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയി. റബ്ബേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി അവർക്ക് ലൈലത്തുൽ ഖദ്റില്ല, ഒന്നുമില്ല. ഖബറിൽ ചെന്ന് കിടന്നാൽ പിന്നെ ഒന്നുമില്ലല്ലോ. റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറെല്ലാം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, അവരൊക്കെ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കൊക്കെ എത്ര ലൈലത്തുൽ ഖദ്ർ റബ്ബേ, എത്ര റമദാൻ കിട്ടി, അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടില്ല. റബ്ബേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ ബർസഖിയാന്നും സന്തോഷത്തിലാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്കുടെ അവസാനത്തെ റമദാൻ ആക്കല്ല ഇത് റബ്ബേ. ഇനി ഒരുപാട് റമദാനുകൾ അനുഭവിക്കാൻ, ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യങ്ങൾ വാരിക്കൂട്ടാനൊക്കെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അതുകൊണ്ട് വിജയിക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. എൻ്റെ ഖൈറാത്തിനെ തൊട്ട് തടയപ്പെട്ടവരിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ ഒടുവിലെ 10 റബ്ബേ ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ, അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ്, ആഫിയത്ത്, മനക്കരുത്ത് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട് റബ്ബേ, ആസ്പത്രിയിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. എല്ലാവർക്കും ആജിലായ ശിഫ നൽകണേ അല്ലാ, ആജിലായ ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എല്ലാവിധ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തു രക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഏത് സമയത്ത് എപ്പോൾ മരിക്കുകയാണെങ്കിലും റബ്ബേ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ, ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. മലായിക്കത്തുർ റഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ മരിപ്പിക്കണേ അല്ലാ. കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജോലി ആവശ്യാർത്ഥം ജോലി തേടി വന്നവരുണ്ട് റബ്ബേ, അവർക്കൊക്കെ അനുയോജ്യമായ ജോലി നീ നൽകണേ അല്ലാ. ഖൈറായ ജോലി പ്രദാനം ചെയ്യണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട്, അവരുടെ
അസുഖങ്ങളൊക്കെ അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, ആ വിഭാഗത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.